എൻ്റെ പേര് പാസ്റ്റർ ജോസഫ് ജോർജ്. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനം എന്ന വിഷയം ലഘു സന്ദേശങ്ങളായി പങ്കുവെക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 23ലും ക്രിസ്തു വീണ്ടും വരുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ സ്നാനത്തെപ്പറ്റി 13 പ്രാവശ്യം പറഞ്ഞിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെപ്പറ്റി 50-ലധികം പ്രാവശ്യം തൻ്റെ ലേഖനങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലുമാണ് വളരെ മനോഹരമായി ദൈവം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ പ്രത്യാശ ഉളവാക്കുന്ന ഭാഗങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റി ബൈബിളിൽ 618 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങളിൽ 318 വാക്യങ്ങളിൽ ക്രിസ്തു വീണ്ടും വരുമെന്ന് സൂചനയുണ്ട്. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യത യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവാണ്. ബൈബിളിൽ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെ പറ്റി പറഞ്ഞിരിക്കുന്നതിൻ്റെ 8 ഇരട്ടിയോളം രണ്ടാം വരവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ബൈബിൾ ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളതിൻ്റെ ഇരട്ടിയോളം രണ്ടാം വരവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ബൈബിളിൽ 50-ലധികം പ്രാവശ്യം ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനായി ഒരുങ്ങിയിരിക്കുവാനുള്ള പ്രബോധനമുണ്ട്. എബ്രായ ലേഖനം ഏറ്റവും അതിപ്രധാനമായി എബ്രായ വിശ്വാസികളുടെ ബന്ധത്തിൽ താൻ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുന്നു. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തുടർമാനമായി ഈ ക്ലാസ് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന വാക്കുകളോടെ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ദൈവത്തിന് മഹത്വം.